guys, welcome to my channel English. Today we have to discuss The Snake and the Mirror 10th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ ലെസണായിട്ടുള്ള ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The author of this particular chapter is Vaikom Muhammad Basheer. Vaikom Muhammad Basheer, 1908 to 1994, who is fondly remembered as Beppu Sultan, is a humanist, freedom fighter, novelist and short story writer hailing from Kerala. He is noted for his disarmingly down-to-earth style of writing that made him equally popular among literary critics as well as the common man. His notable works include ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു, ജന്മദിനം ആൻഡ് അനർഘ നിമിഷം. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1982. അപ്പം ഫസ്റ്റ് നമ്മൾ ഓഥറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ ഏറ്റവും ആളുകൾ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നുള്ള പേരിലാണ്. അദ്ദേഹം ഒരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു, ഫ്രീഡം ഫൈറ്റർ, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു കാലഘട്ടത്തിൻ്റെ പ്രയോക്താവ് കൂടിയായിരുന്നു. അദ്ദേഹം ഹീ ഈസ് നോട്ടഡ് ഫോർ ഹിസ് ഡിസാമിംഗ്ലി ഡൗൺ ടു എർത്ത് സ്റ്റൈൽ. ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സാധാരണക്കാരുടെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ലിറ്റററി സിനാരിയോയിൽ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ടുള്ള ഫീച്ചേഴ്സിലുള്ള എല്ലാ സാഹിത്യ കൃതികളുടെയും അംശങ്ങൾ അദ്ദേഹത്തിൽ അലിഞ്ഞു ചേരുകയും അദ്ദേഹത്തിനെ സാധാരണക്കാരൻ്റെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് എന്ന് പറയുന്നത് ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു, ജന്മദിനം ആൻഡ് അനർഘ നിമിഷം. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് രാജ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായ പരമോന്നതമായ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 1982 പത്മശ്രീ ബഹുമതി രാജ്യം അദ്ദേഹത്തിന് നൽകി ആദരിക്കുകയുണ്ടായി. ഇതാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് വി ഹാവ് ടു മൂവ് ടു ദ ഫസ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിലിട്ട് നമ്മൾ കടക്കുമ്പോൾ എന്താണ് ആക്ച്വലി ബഷീർ എന്താണ് ഈ കഥയിൽ കൂടി പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം അതിൻ്റെ ആദ്യ ഭാഗത്ത് ചെറിയൊരു ജിസ്റ്റ് തന്നിട്ടുണ്ട് കഥയുടെ. ബഷീർ, ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ്, ഇസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. ഹി ഹൈലൈറ്റ്സ് ദ ബ്ലെൻഡ് ഓഫ് ഓൾ ക്രിയേച്ചേഴ്സ് ആൻഡ് നേച്ചർ ഇൻ ഹിസ് സ്റ്റോറീസ്. The stories evoke humor and sarcasm on the follies of men. Here is such a story. Read and enjoy. അപ്പം ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ബഷീറിൻ്റെ കഥകളിൽ ഏറ്റവും മുഴങ്ങി നിൽക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വികാരങ്ങളിൽ ഒന്നായിട്ടുള്ള ഹ്യൂമറും സർക്കാസവും ആക്ഷേപഹാസ്യത്തിൽ കവിഞ്ഞ, അതല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ അകമ്പടിയോടുകൂടിയിട്ടാണ് അദ്ദേഹം മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളും തുറന്നു കാണിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ കൂടി ചെയ്യുന്നത്. ഹിയർ ഈസ് സച്ച് എ സ്റ്റോറി. അങ്ങനെയുള്ളൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞൊരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൂടി പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ഹിയർ വി ഗോ, ദ സ്നേക്ക് ആൻഡ് ദ മിറർ. Has a snake ever coiled itself round any part of your body? A full-blooded cobra? All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, നിങ്ങളുടെ ശരീരത്ത് എപ്പോഴെങ്കിലും ഒരു സ്നേക്ക്, ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് രക്തം നിറഞ്ഞ ഒരു കോബ്ര എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മൂർഖൻ പാമ്പ് നിങ്ങളുടെ ശരീരത്ത് എവിടെയെങ്കിലും ചുറ്റിയിട്ടുണ്ടോ? ഓൾ ഓഫ് us fell silent. ഞങ്ങളെല്ലാവരും നിശബ്ദരായിരുന്നു. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപാത്ത്. ഹോമിയോപാത്ത് എന്ന് പറഞ്ഞാൽ ഹോമിയോ ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു ചോദ്യം വന്നത്. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വെർ ഡിസ്കസിങ് സ്നേക്ക്. ഞങ്ങൾ പാമ്പുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെയൊരു ചോദ്യം വന്നത്. We listened attentively as the doctor continued with the tale. ഞങ്ങൾ വളരെ സസൂക്ഷ്മം അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേയിരുന്നു എന്നാണ് ആ പാരഗ്രാഫിൻ്റെ മീനിങ്.
Second paragraph, it was a hot summer night. About 10 o'clock, I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. അത് നല്ല ചൂടുള്ള ദിവസമായിരുന്നു. ആ രാത്രിയിൽ ഏകദേശം 10 മണിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ മീലിന് വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് തിരിച്ചെൻ്റെ റൂമിലേക്ക് വരികയായിരുന്നു. ഞാൻ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. കതവ് തുറന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. അതെനിക്ക് എന്നും പരിചിതമായ ഒരു ശബ്ദമായിരുന്നു. ചില ആളുകളൊക്കെ എന്തോ എന്നെക്കുറിച്ചൊരു കിംവദന്തി പറയാറുണ്ട്. എന്താണ്, ഞാനും റാറ്റ്സും കൂടിയാണ് ആ റൂം ഷെയർ ചെയ്യുന്നതെന്ന് ആളുകൾ എന്നെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. ഞാൻ പെട്ടെന്ന് തന്നെ മാച്ച് ബോക്സ് എടുത്തിട്ട് മണ്ണെണ്ണ വിളക്ക്, മാച്ച് ബോക്സ് എന്ന് വെച്ചാൽ തീപ്പെട്ടി എടുത്തിട്ട് മണ്ണെണ്ണ വിളക്ക് കത്തിക്കാൻ വേണ്ടി തുടങ്ങി. The house was not electrified. It was a small rented room. I had just set up medical practice and my earnings were meager. I had about 60 rupees in my suitcase along with some shirts and dhotis. I also possessed one solitary black coat which I was then wearing. അപ്പം ഈ ഹൗസ് എന്ന് പറയുന്ന ഇലക്ട്രിഫൈഡ് അല്ലായിരുന്നു, വൈദ്യുതിവൽക്കരിക്കപ്പെട്ടതല്ലായിരുന്നു. അതൊരു സ്മോൾ റെൻറ്റഡ് റൂമായിരുന്നു, വാടകയ്ക്ക് താമസിച്ചൊരു മുറിയായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെറിയൊരു വരുമാനം, മീഗർ എന്ന് വെച്ചാൽ ചെറിയൊരു വരുമാനം മാത്രമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സൂട്ട് കേസ്. എൻ്റെ സൂട്ട് കേസിൽ ഏകദേശം 60 രൂപയുണ്ട്. അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഷർട്ട്സും ധോത്തീസും ഉണ്ട്. ഒരു ബ്ലാക്ക് കോട്ട്, അത് ഒരു ബ്ലാക്ക് കോട്ട് കൂടി അതിനോടൊപ്പം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ധരിച്ചുകൊണ്ടിരുന്ന ഒരു ബ്ലാക്ക് കോട്ട് കൂടി ഉണ്ട്. ദെൻ I took off my black coat, white shirt and not so white vest and hung them up. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats and to and from the beam. I made my bed and pulled it close to the wall. I lay down, but I could not sleep. I got up and went out to the veranda for a little air. But the wind god seemed to have taken time off. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ബ്ലാക്ക് കോട്ട് പുറത്തേക്ക് എടുത്തു. വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്. അപ്പം അടിവസ്ത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നു. ഐ ഓപ്പൺ ദ 2 windows ഇൻ ദ റൂം. റൂമിലുണ്ടായിരുന്ന 2 വിൻഡോസ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇറ്റ് വാസ് എൻ ഔട്ടർ റൂം വിത്ത് വൺ വോൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അതായത് മുറ്റത്തേക്ക് തുറന്നിരിക്കുന്ന ഒരു ഔട്ടർ റൂമായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന മുറിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് അത് മുറ്റത്തേക്ക് തുറക്കുന്ന വാതിലായിരുന്നു. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. മുറിക്കാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള സീലിംഗും ഇല്ലായിരുന്നു. There was a regular traffic of rats to and from the beam. അതായത് മുകളിൽ കൂടി എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. I made my bed and pulled it close to the wall. ഞാൻ എൻ്റെ കിടക്ക ഒരുക്കിയതിന് ശേഷം ഭിത്തിയുടെ ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വോൾ. അതായത് ഭിത്തിയുടെ അടുത്തേക്ക് കുറച്ച് നീക്കിയിട്ടു. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഞാൻ കിടന്നു, പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ ബട്ട് ദ വിൻഡ് ഗോഡ് സീംഡ് ടു ഹാവ് ടേക്കൺ ഓഫ്. ഭയങ്കര അതികഠിനമായ ചൂടായിരുന്നതുകൊണ്ട് പുറത്തേക്ക് ഞാൻ ഇറങ്ങി നിന്ന് നോക്കി. പക്ഷേ വായുദേവൻ എന്നെ ചതിക്കുകയാണ് ചെയ്തത്. ഒരു ശകലം പോലും കാറ്റ് ആ സമയത്ത് എൻ്റെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അവിടെ എങ്ങും വീശിയില്ല. Fifth paragraph, I went back into the room and sat down on the chair. I opened the box beneath the table and took out a book, the Materia Medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. One feels tempted to look into a mirror when it is near. I took a look. In those days, I was a great admirer of beauty and I believed in making myself look handsome. I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again, I heard that sound from above. അപ്പം ഞാൻ എന്ത് ചെയ്തു? തിരിച്ച് മുറിയിലേക്ക് പോയി ചെയറിലിരുന്നു. അതിനുശേഷം ഒരു പുസ്തകം എടുത്തു. ദ മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം എടുത്തു. ഞാനത് I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. ഞാനത് അവിടെ വെച്ച് തുറന്നു. എന്താണ് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കോം, COMB is pronounced as comb, not comb. It is storm and comb. B is silent there. അപ്പം ഞാൻ അടുത്തിരുന്നൊരു ചീപ്പ് കയ്യിലേക്ക് എടുത്തു.
അപ്പം എപ്പോഴും നമുക്ക് തോന്നുന്നൊരു വികാരമാണ്. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് വാസ് നിയർ. കണ്ണാടി അരികിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് അതിലേക്കൊരു നോട്ടം പോകും. അപ്പം ഐ ടുക്ക് എ ലുക്ക്. ഞാൻ ഒരു അതിലേക്ക് ഞാനൊന്ന് നോക്കി. In those days, I was a great admirer of beauty and I believed in making myself look handsome. ആ സമയത്ത് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും ഞാൻ നടത്തിയിരുന്നു. ഐ വാസ് അൺമാരിഡ് ആൻഡ് വാസ് എ ഡോക്ടർ. അതുമാത്രമല്ല, ഞാനൊരു അവിവാഹിതനും അതേപോലെ ഒരു ഡോക്ടറുമാണ്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം മറ്റുള്ളവരിൽ മതിപ്പുളവാക്കണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഐ പിക്ഡ് അപ്പ് ദ കോം ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. അഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബവ്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ആ കോം എടുത്തു. ഞാൻ എൻ്റെ മുടി രണ്ട് വശത്തേക്കും പാർട്ടീഷൻ, അതായത് വകുപ്പ്, നമ്മൾ സാധാരണഗതിയിൽ പറയും, അതൊക്കെ വകുപ്പൊക്കെ നേരെയാക്കി ചീകിയൊക്കെ വെച്ചു. പിന്നെ ഞാൻ മുകളിൽ നിന്ന് ആ ശബ്ദം കേട്ടു. 7th paragraph. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache to look more handsome. I was after all a bachelor and a doctor. I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. I would always keep that attractive smile on my face to look more handsome. I was after all a bachelor and a doctor too on top of it. അപ്പം 7ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഞാൻ പിന്നെയും മിററിലേക്ക് ഒരു ക്ലോസ് ലുക്ക് കൊടുത്തു. അവിടെ വെച്ച് ഞാനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ഞാൻ എല്ലാ ദിവസവും ഷേവ് ചെയ്യുമെന്നും ഒരു ചെറിയ ഒരു മീശ വളർത്തുമെന്നും ഞാൻ അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാനൊരു ഡോക്ടറാണ്, അതേപോലെ തന്നെ ഞാനൊരു ബാച്ചിലറുമാണ്. 8ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഞാൻ വീണ്ടും കണ്ണാടിയുടെ മുമ്പിലേക്ക് കുറച്ചുകൂടി അടുത്തിരുന്നു. എന്നിട്ടൊരു ചിരി ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. അത് വളരെ ഭംഗിയുള്ള മനോഹരമായൊരു ചിരിയായിരുന്നു അത്. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഐ വുഡ് ഓൾവേസ് കീപ് ദറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. പിന്നെയും ഞാൻ ഭൂമി പിളർക്കത്തക്ക രീതിയിലുള്ള മറ്റൊരു തീരുമാനം കൂടി കൈക്കൊണ്ടു. ഞാൻ എല്ലാ ദിവസവും ആ മനോഹരമായ പുഞ്ചിരി എൻ്റെ ചുണ്ടിൽ എന്നും എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഒളിപ്പിച്ച് വെക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. ടു ലുക്ക് മോർ ഹാൻസം, എന്നെ കൂടുതൽ മനോഹരമാക്കുവാൻ. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ഡോക്ടർ ആൻഡ് ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. എന്ന് വെച്ചാൽ ഞാനൊരു ഡോക്ടർ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ഒരു ബാച്ചിലർ കൂടിയാണ്. രണ്ടും എന്നെ അലങ്കരിക്കുന്ന 2 പദങ്ങളാണ്. അഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബവ്. വീണ്ടും മുകളിൽ നിന്ന് ആ നോയ്സ് കേട്ടു. നേരത്തെ കേട്ട ശബ്ദം വീണ്ടും കേട്ടു. ഐ ഗോട്ട് അപ്പ്, ലിറ്റ് എ ബീഡി ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദി റൂം. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. ഐ വുഡ് ഗെറ്റ് മാരിഡ് ടു എ വിമൻ doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. ഞാൻ എഴുന്നേറ്റു. അതിനുശേഷം ഒരു ബീഡി കൊളുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിലേക്ക് നടന്നു. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് ടു മീ. എന്നെ വീണ്ടും അതിനേക്കാൾ മനോഹരമായ ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ ധാരാളം പണമുള്ളവളായിരിക്കണം. അതുമാത്രമല്ല, അവൾക്ക് നല്ലൊരു ഗുഡ് മെഡിക്കൽ പ്രാക്ടീസും ഉണ്ടായിരിക്കണം. അവൾ നല്ല തടിയുള്ളവളായിരിക്കണം. കാരണം അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ, ചെറിയ മിസ്റ്റേക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും എൻ്റെ പിന്നാലെ ഓടി വന്ന് എന്നെ ഒന്നും പിടിക്കുകയോ എന്നെ ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്നുള്ളൊരു വാലിഡ് റീസൺ കൊണ്ടാണ് ഞാൻ അവൾ തടിച്ചിയാകണമെന്ന് ആഗ്രഹിക്കുന്നത്. ദെൻ with such thoughts in my mind, I resumed my seat in the chair in front of the table. There were no more sounds from above. Suddenly there came a dull thud as if a rubber tube had fallen to the ground. Surely nothing to worry about. Even so, I thought I would turn around and take a look. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning were simultaneous. അപ്പം അങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടി പോവുകയും ഞാൻ തിരിച്ച് കസേരയിൽ വന്നിരിക്കുകയും ചെയ്തു. അവിടെ വേറെ ശബ്ദമൊന്നും കേട്ടില്ല. പെട്ടെന്ന് തന്നെ എന്തോ ഒരു റബ്ബർ ട്യൂബ് പോലെ ഒരു സാധനം ഗ്രൗണ്ടിലേക്ക് വീഴുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഒന്നും പേടിക്കാനില്ല, കാരണം ഇത് സ്ഥിരമായി കേൾക്കുന്ന ശബ്ദമാണെന്ന് വിചാരിച്ച് ഞാൻ അതിന് പ്രത്യേക പ്രയോറിറ്റി ഒന്നും കൊടുത്തില്ല.
ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. എന്നാലും ഞാൻ തിരിഞ്ഞ് ഒരു നോട്ടം നോക്കി. പെട്ടെന്ന് ഞാൻ തിരിയുമ്പോഴേക്കും ഒരു ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. കസേരയുടെ പിന്നിൽ നിന്ന് പെട്ടെന്ന് എന്തോ ഒരു സാധനം എൻ്റെ കയ്യിലേക്ക് വീഴുകയും ഷോൾഡറിലേക്ക് വീഴുകയും ചുറ്റി വരികയും ചെയ്തു. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വെയർ സിമൾട്ടേനിയസ്. എൻ്റെ ദേഹത്തേക്ക് അല്ലെങ്കിൽ ഷോൾഡറിലേക്ക് വീണ പാമ്പിൻ്റെ ആ വീഴ്ചയും ഞാൻ തിരിയുകയും ചെയ്തത് അറ്റ് ദ വെരി സെയിം ടൈം ആയിരുന്നു. സിമൾട്ടേനിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരേ സമയത്ത് എന്നുള്ളതാണ്. I didn't jump, I didn't tremble, I didn't cry out. There was no time to do any such thing. ഞാൻ എഴുന്നേറ്റില്ല, ഞാൻ വിറച്ചില്ല, ഞാൻ കരഞ്ഞു പോലുമില്ല. കാരണം ഇതിനൊന്നുമുള്ള സമയമുണ്ടായിരുന്നില്ല. The snake slithered along my shoulder and coiled around my left arm above the elbow. എൽബോയുടെ മുകൾ ലെഫ്റ്റ് ആമിലേക്ക് ഈ പാമ്പ് കയറി കോയിൽ ചെയ്യുക എന്ന് വെച്ചാൽ ചുറ്റി വരിക. The hood was spread out and its head was hardly 3 or 4 inches from my face. പത്തി, ഹുഡ് എന്ന് പറഞ്ഞാൽ പത്തി, പാമ്പിൻ്റെ പത്തി സ്പ്രെഡ് ഔട്ട് വിരിച്ചു. ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി, വളരെ എൻ്റെ മുഖത്ത് നിന്ന് ഏകദേശം 3-4 ഇഞ്ച് ദൂരെയായിട്ട് പാമ്പിൻ്റെ പത്തി ഇങ്ങനെ എന്നെ ഫേസ് ചെയ്തിരുന്നു. It would not be correct to say merely that I sat there holding my breath. I was turned to stone, but my mind was very active. The door opened into darkness. The rooms was filled with the darkness. The light of the lamp, I sat there like a stone image in the flesh. I felt then the great presence of the creator of this world and this universe. God was where? Suppose I said something and he did not like it. I tried in my imagination to write in big bright letters outside my little heart the words, "Oh God." എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ശ്വാസം ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശില കണക്കായിരുന്നു, ഒരു സ്റ്റോൺ കണക്കായിരുന്നു. പക്ഷേ എൻ്റെ മൈൻഡ് വളരെ ആക്റ്റീവായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഡോർ തുറന്നിരിക്കുന്നത് ഇരുട്ടിലേക്കാണ്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. മുറിയിൽ മുഴുവനും ഇരുട്ട് കുമിഞ്ഞു കൂടിയിരിക്കുന്നു. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. മാംസം കൊണ്ട് നിർമ്മിച്ച ഒരു സ്റ്റോൺ ഇമേജ് പോലെയായിരുന്നു ആ വെളിച്ചത്തിൽ ഞാൻ ഇരുന്നത്. എന്തായിരുന്നാലും അവിടെ ഒരു ക്രിയേറ്ററിൻ്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. ക്രിയേറ്റർ ഹിയർ മീൻസ് ഗോഡ്. അപ്പം യൂണിവേഴ്സിൻ്റെ ക്രിയേറ്ററിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. എല്ലായിടവും ദൈവമുണ്ട്. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഞാൻ എന്തെങ്കിലും തരത്തിൽ ദൈവത്തെ ഇകഴ്ത്തി എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലയോ ദൈവമേ, എന്നെ രക്ഷിക്കണമേ, ഓ ഗോഡ് എന്ന് ഞാനൊന്ന് വിളിച്ചു. There was some pain in my left arm. It was as if a thick leaden rod made of molten fire, was slowly but powerfully crushing my arm. The arm was beginning to be drained of all strength. What could I do? At my slightest movement, the snake would strike me. Death lurked 4 inches away. Suppose it struck, what was the medicine I had to take? There were no medicines in the room. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. തീർച്ചയായിട്ടും എൻ്റെ കയ്യിലേക്ക് ഈ പാമ്പ് ചുറ്റി വരിഞ്ഞിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഭയങ്കരമായ പെയിൻ അനുഭവിപ്പിക്കുകയും അതിനുശേഷം ഒരു ലെഡൻ റോഡ്, ഇരുമ്പ് ദണ്ട് എൻ്റെ കയ്യിലേക്ക്, അല്ലെങ്കിൽ ഒരു മോൾട്ടൺ ഫയർ പോലെ കത്തിപ്പടരുന്ന തീയുടെ ചൂടോടുകൂടി എന്നെ എന്തോ വരിഞ്ഞു മുറുക്കുന്നതായിട്ട്, എൻ്റെ കൈ വരിഞ്ഞു മുറുക്കുന്നതായിട്ടും അതുപോലെ തന്നെ പവർഫുള്ളി അതെൻ്റെ കയ്യിൽ എല്ലുകൾ ഒടിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. The arm was beginning to be drained of all strength. What could I do? At my slightest movement, the snake would strike me. എനിക്കറിയാം, എൻ്റെ ഒരു ചെറു ചലനം പോലും പാമ്പ് എന്നെ കൊത്താൻ കാരണമാകും. സ്ട്രൈക്ക് എന്ന് വെച്ചാൽ കൊത്തുക. ഡെത്ത് ലേർക്ഡ് 4 inches away. തീർച്ചയായിട്ടും 4 ഇഞ്ചിന് പിറകിൽ മരണമുണ്ട് എന്നുള്ള ആ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഒരു പക്ഷേങ്കിൽ പാമ്പ് കൊത്തുകയാണെങ്കിൽ, സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് തരത്തിലുള്ള മരുന്നാണ് എടുക്കേണ്ടത്? പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒരു മരുന്ന് പോലും എൻ്റെ റൂമിലില്ല. ഐ വാസ് ബട്ട് എ പുവർ, ഫുളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. ഞാൻ എന്തൊരു വിഡ്ഢിയായ ഡോക്ടറാണ് എന്നുള്ളത് ആ സമയത്ത് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ്. ഞാൻ എൻ്റെ ദുരന്തത്തിനെക്കുറിച്ച് മറന്നുപോയി. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാതിരുന്നതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ പുഞ്ചിരിച്ചു. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്പിയർഡ് ദാറ്റ്. The snake turned its head. It looked into the mirror and saw its reflection.
I do not claim that it was the first snake that ever looked into a mirror, but it was certain that the snake was looking into the mirror. Was it admiring its own beauty? Was it trying to make an important decision about growing a mustache or using eyeshadow and a mascara or wearing a vermilion spot on its forehead? I did not know anything for certain. What sex has the snake? Was it male or female? I will never know, for the snake unwound itself from my arm and slowly slithered into my lap. From there, it crept onto the table and moved towards the mirror. Perhaps it wanted to enjoy its reflection at closer quarters. അപ്പോൾ തീർച്ചയായിട്ടും 16ാമത്തെ പാരഗ്രാഫിൽ ദ 16th പാരഗ്രാഫ് ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ് ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. തീർച്ചയായിട്ടും മിററിൻ്റെ ഫ്രണ്ടിലേക്ക് പാമ്പ് അതിൻ്റെ പത്തി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിബിംബം അത് കണ്ടു. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല ആദ്യത്തെ പാമ്പായിരിക്കും കണ്ണാടിയിലേക്ക് നോക്കുന്നതെന്ന്. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ പാമ്പ്, കണ്ണാടിയിലേക്ക് നോക്കുന്ന ആദ്യത്തെ പാമ്പ് ഇതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ബട്ട് ഇറ്റ് വാസ് സർട്ടൈൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. തീർച്ചയായിട്ടും കണ്ണാടിയിലേക്ക് നോക്കി എന്ന് എനിക്ക് മനസ്സിലായി. വാസ് ഇറ്റ് അഡ്മയറിംഗ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? ഇത് അതിൻ്റെ തന്നെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ? Was it trying to make an important decision about growing a mustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? അതായത് എന്നെ പോലെ ഒരു എർത്ത് ഷേക്കിംഗ് ആയിട്ടുള്ള ഡിസിഷനും പാമ്പും എടുത്തിട്ടുണ്ടോ? അതായത് ഒരു മുസ്റ്റാഷ് വളർത്തണമെന്നും അതുപോലെ ഐഷാഡോയും മസ്കാരയും അതുപോലെ തന്നെ ഒരു വെർമിലിയൻ സ്പോട്ട് എന്ന് വെച്ചാൽ എന്താ ഭസ്മക്കുറിയൊക്കെ ഇടണമെന്ന് ഇത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ ശങ്കിച്ചുപോയി. എന്തായിരുന്നാലും എനിക്ക് അറിഞ്ഞുകൂടാ ഈ പാമ്പിൻ്റെ സെക്സ് ഏതാണെന്നോ ലിംഗം ഏതാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ വിൽ നെവർ നോ, ഫോർ ദ സ്നേക്ക് അൺവൂണ്ട് ഇറ്റ് സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സ്ലിത്തേർഡ് ഇൻ ടു മൈ ലാപ്പ്. എൻ്റെ കയ്യിൽ നിന്ന് എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് സാഹചര്യത്തിലാണ് ആ പാമ്പ് എൻ്റെ കയ്യിൽ നിന്ന് കെട്ടഴിഞ്ഞ് താഴേക്ക് എൻ്റെ മടിയിലേക്ക് ഊർന്നിറങ്ങി വീണു. ഫ്രം ദെയർ ഇറ്റ് ക്രെപ്റ്റ് ഓൺ ടു ദ ടേബിൾ ആൻഡ് മൂവ്ഡ് ടുവേർഡ്സ് എ മിറർ. അവിടെ നിന്നത് കണ്ണാടിയുടെ നേരെ ഇഴഞ്ഞുപോയി. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്. തീർച്ചയായിട്ടും അത് കണ്ണാടിയുടെ നേരെ പോയിട്ട് അതിൻ്റെ പ്രതിബിംബം ഒന്നുകൂടി അടുത്ത് കാണാനായിരിക്കാം പോയിരിക്കുന്നത്. പെർഹാപ്സ് എന്ന് വെച്ചാൽ ഒരു പക്ഷേ. I was no mere image cut in granite. I was suddenly a man of flesh and blood, still holding my breath, and got up from the chair. I quietly went out through the door into the veranda. From there I leapt into the yard and ran for all I was worth. Boo! Each of us heaved a sigh of relief. All of us lit beads. Somebody asked, "Doctor, is your wife very fat?" അപ്പം തീർച്ചയായിട്ടും ഞാനൊരു ഗ്രാനൈറ്റോ ശിലയോ ഒന്നുമല്ല. പെട്ടെന്ന് തന്നെ ഞാനൊരു ഫ്ലഷുള്ള മാംസമുള്ള രക്തമുള്ളൊരു മനുഷ്യനാണെന്ന് ഞാൻ തിരിച്ചറിയുകയും അതുവരെയും സൂക്ഷിച്ചു വെച്ചിരുന്ന ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന എൻ്റെ ശ്വാസം പെട്ടെന്ന് തന്നെ ഞാൻ വെളിയിലേക്ക് വിടുകയും ചെയ്തു. ഐ ക്വയറ്റ്ലി വെൻറ്റ് ഔട്ട് ത്രൂ ദ ഡോർ ഇൻ ടു ദ വെറാന്ത. ഫ്രം ദെയർ ഐ ലെഫ്റ്റ് ഇൻ ടു ദ യാർഡ് ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. ഞാൻ വെളിയിലേക്ക് പോയി അവിടെ നിന്നൊരൊറ്റ ഓട്ടം ഓടി. പെട്ടെന്ന് ഞങ്ങൾ ഈ കഥ കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ എല്ലാം മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നൊരു ദീർഘനിശ്വാസം വെളിയിലേക്ക് വന്നു. ഞങ്ങളെല്ലാവരും ഓൾ ഓഫ് us lit ബീഡീസ്. ഞങ്ങളെല്ലാവരും തീപ്പെട്ടി കൊണ്ട് ബീഡി കത്തിച്ചു. സംബഡി ആസ്ഡ്, "ഡോക്ടർ, ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്?" അവരിൽ ഒരാൾ ചോദിച്ചു. ചിലരൊക്കെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഭാര്യ നല്ല തടിയുള്ള സ്ത്രീയാണോ? ഈ കഥ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടുള്ള കഥയെന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിലേക്കുള്ള കഥയാണ്. ഡോക്ടർ ഹോമിയോപാത്ത് പറഞ്ഞു കൊടുത്ത ഒരു കഥ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം അവർ. നോ, ദ ഡോക്ടർ സെഡ്. ഡോക്ടർ പറഞ്ഞു, അല്ല, ഇപ്പോൾ അദ്ദേഹം വിവാഹിതനാണ്. ഗോഡ് വിൽഡ് അതർവൈസ്. ദൈവം മറ്റൊരു രീതിയിലാണ് തീരുമാനിച്ചത്. മൈ ലൈഫ് കമ്പാനിയൻ ഇസ് എ തിൻ റീഡി പേഴ്സൺ വിത്ത് എ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ. എൻ്റെ വൈഫ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തല്ല, അല്ലെങ്കിൽ എൻ്റെ കമ്പാനിയനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് എന്താണ്, വളരെ മെലിഞ്ഞ കൃശഗാത്രയായിട്ടുള്ള ഒരു സ്പ്രിൻറ്ററിൻ്റെ സംഭാവനയാണ്. Someone else asked, "Doctor, when you ran, did the snake follow you?" അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരാൾ ചോദിക്കുകയാണ്, ഡോക്ടർ, നിങ്ങൾ ഇറങ്ങി ഓടിയപ്പോൾ നിങ്ങളുടെ പിന്നാലെ ആ പാമ്പ് വന്നോ? നേരത്തെയുള്ള കഥയുടെ ബാക്കിയായി. The doctor replied, "I ran and ran till I reached a friend's house. Immediately I smeared oil and all over myself and took a bathe. I changed into fresh clothes the next morning. At about 8:30, I took my friend and one or two others into my room and to move my things from there, but we found we had little to carry. Some thief had removed most of my things. The room had been cleaned out, but not really. The thief had left behind one thing as a final insult." പക്ഷേ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഓടി. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ചെന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ ശരീരം മുഴുവനും ഓയിൽ തേച്ചു, എന്നിട്ടൊരു കുളിച്ചു. എന്നിട്ട് എൻ്റെ ക്ലോത്ത്സ് എല്ലാം മാറി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഏകദേശം 8:30 ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി
ഞാൻ നേരത്തെ താമസിച്ചിരുന്ന ആ മുറിയിലേക്ക് ചെന്നു. അവിടെ നിന്ന് സാധനങ്ങൾ മുഴുവൻ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം തലേ ദിവസം രാത്രിയിൽ താൻ അവിടെ നിന്ന് പോയതിന് ശേഷം കള്ളന്മാർ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ മുഴുവനും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അത് മുഴുവനും ക്ലീൻ ചെയ്തിരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ തീഫ് അവിടെ ഒരു സംഭവം വെച്ചിട്ടാണ് പോയത്, ഒരു ഫൈനൽ ഇൻസൾട്ടായിട്ട്. വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു, എന്താണ് ഡോക്ടർ അത്? ദ ഡോക്ടർ സെഡ്, മൈ വെസ്റ്റ്, ദ ഡേർട്ടി വൺ. The fellow had such a sense of cleanliness, the rascal could have taken it and used it after washing it with the soap and water. Did you see the snake the next day, doctor? The doctor laughed. I have never seen it since. It was a snake which was taken with its own beauty. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ അടിവസ്ത്രം ആ കള്ളൻ എന്തായാലും അതെടുത്തുകൊണ്ട് പോയില്ല. അയാൾ നല്ല ക്ലെൻലിനെസ് ഉള്ള വൃത്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അപ്പോൾ പിന്നീട് ചോദിക്കുകയാണ്, അയാൾക്കൊരു പക്ഷേങ്കിൽ അത് വൃത്തിയായി കഴുകി ഉപയോഗിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ രസകരമായ ഒരു രീതിയിൽ അതിനെ ആക്കിയെടുക്കുകയാണ്. അവസാനം ചോദിക്കുകയാണ്, ഡോക്ടർ, പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ആ സ്നേക്കിനെ കണ്ടിട്ടുണ്ടോ? ദ ഡോക്ടർ ലാഫ്ഡ്. ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. അന്നു മുതൽ ഇന്നോളം ഞാൻ അതിനെ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അതിന് വളരെ മനോഹരമായ അതിൻ്റെ സ്വന്തം രൂപം കൊണ്ട് തന്നെ സൗന്ദര്യമുള്ള ഒരു പാമ്പായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഒരിക്കലും അതിനെ കാണാൻ ശ്രമിച്ചിട്ടുമില്ല, അതിനെ കണ്ടിട്ടുമില്ല. ആക്ച്വലി ദിസ് സ്റ്റോറി ട്രാൻസ്ലേറ്റഡ് ബൈ വി അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സ്റ്റോറി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്രയുമാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. Please like, share and subscribe my channel.